ഈ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു അന്തരീക്ഷം പോരാ, ഞങ്ങൾ ഭയന്ന് ഒരുപാട്. എന്തായാലും നമ്മളിന്ന് ഇവിടുത്തെ വീഡിയോ നിങ്ങളെ മുമ്പ് പ്രേക്ഷകരുടെ മുമ്പ് നമ്മൾ എത്തിക്കും. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. ചില ആൾക്കാർ കമൻറ്റ് ചോദിക്കാറുണ്ട്, ഇതൊക്കെ ഉള്ളതാണോ? ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്. ഞങ്ങൾക്ക് ഓരോരോ അനുഭവങ്ങളുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയത്. പിന്നെ വിശ്വാസമില്ലാത്തടത്ത് നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഓരോരുത്തർ അനുഭവം ഉണ്ടെങ്കിൽ അവരും വിശ്വസിക്കും. എന്തായാലും നമുക്ക് നോക്കാം. കാട്ടിൻ്റെ അകത്തൂടെയാണല്ലോ നമ്മൾ നടത്താം. ഇപ്പൊ നമ്മള് കറക്റ്റ് സ്പോട്ടിലാണ് നിൽക്കുന്നത്. കണ്ടല്ല, ഒരുപാട് ഇവിടെയാണ് ഈ ശല്യമെന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഇവിടെയാണ് ഒരുപാട് ആൾക്കാർ പ്രേതം പാസ് ചെയ്യുന്നതും, എന്താ പറയുക, ആത്മാവുകൾ പറന്നു പോകണമെന്നാ എന്താ ഇവിടെ എന്തോ ഒരുപാട് പനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താണെന്ന് നമ്മൾ ഇനി മുന്നിലോട്ട് പോയാലേ നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളെ മുമ്പ് എത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇവിടെ ഒരുപാട് ശല്യം എന്നാണ് പറയുന്നത്. നമ്മൾ ഇപ്പോഴും തന്നെ സമയം 1:15 മണിയായി രാത്രി. അപ്പോൾ ഇതുവരെയ്ക്കും നമ്മളെ കണ്ണിലൊന്നും പെട്ടിട്ടില്ല. ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ നിങ്ങൾ നമ്മളെ കൂടെ വന്നോളൂ. ഇപ്പം മൈക്ക് വെച്ച് നിങ്ങളിപ്പം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ട് ബുദ്ധിമുട്ടായിട്ടിരിക്കണമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ മൈക്കായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. വേറെ തെറ്റിദ്ധരിക്കില്ല. ഏതായാലും ഇന്നത്തെ ആത്മാവിനെ നമ്മൾ കണ്ടിട്ടേ പോവുള്ളൂ. ഓക്കെ, പാസ് ചെയ്തോ? ഹായ്. അപ്പോൾ ഇവിടെയാണ് എന്താ പറയുക, പാസ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആ സ്പോട്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഇത് കണ്ടല്ലോ, ഈ മരം വന്ന് നിങ്ങൾ നോക്കിയാണ് കണ്ട, ഒരു ഏകാന്ത പിടിച്ച ഒരു സ്പോട്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. കയറിയ കയറിയ നമ്മള് ഇത് അങ്ങോട്ടൊന്ന് അടിച്ചാണ്, അങ്ങോട്ട് ആ സൈറ്റിലേക്ക് കയറുക. ആ സൈറ്റിൽ അങ്ങോട്ട്, അതെന്താണ് അന്നതിൽ അങ്ങോട്ട് ഇല്ല. ഇപ്പം മണി ഏകദേശം 2 മണിയോളം കഴിഞ്ഞു. അങ്ങോട്ട് താഴോട്ടൊക്കെ അടിച്ചാണ്. താഴോട്ട് വാ, അങ്ങോട്ട്. പ്രേക്ഷകരെ, നമ്മളിപ്പോൾ ഒരുപാട് സമയം ഇവിടെ വെയിറ്റ് ചെയ്ത് ഇവിടെ എല്ലായിടം നോക്കുന്നുണ്ട്. പക്ഷേ ഇന്നെന്താണെന്ന് അറിയില്ല. നിങ്ങൾക്ക് അവിടെ വന്ന് കിട്ടി പോണ്. പെട്ടെന്ന് വരിയുടെ ഇങ്ങോട്ട് അടിക്കേ. അവിടെ തന്നെ പാസ് ചെയ്ത് മാറി കേട്ടാ. പാസ് ചെയ്ത് മാറി വരിയുടെ അവിടെ അത് ഇങ്ങോട്ടാണ് എന്തോ പോകുമ്പോൾ തോന്നിയത്. പ്രേക്ഷകരെ, ഇങ്ങോട്ടടി. ഇവിടെയാണ്, ഇങ്ങോട്ടാണ് പാസ് ചെയ്ത പോലെ തോന്നിയത്. എന്തോ പാസ് ചെയ്ത് പോയി, പക്ഷെ എന്താണെന്ന് ഇവിടെ ഇല്ല സുഹൃത്തെ. നോക്കട്ടെ. വെയിറ്റ്. മരത്തിൽ നോക്ക്. ഈ മരത്തിൽ ഇങ്ങോട്ടടി. എവിടെ ഒരു ചുവപ്പ് കാണണ്ട, റെഡ്. പ്രേക്ഷകരെ,
സീരിയസ് ആയിട്ടാണ് പറയണം. കണ്ട നിങ്ങൾ നോക്കുന്ന ചോപ്പ് കാണുന്നുണ്ടോ? ചോപ്പ് റെഡ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? കേട്ടാ എത്ര ഇത് കള്ളമല്ല കപടമല്ല, നാച്ചുറൽ നിങ്ങളെ മുമ്പ് എത്തിക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങളെ റീച്ച് കൂട്ടാൻ വേണ്ടിയോ ഒരു പ്രേക്ഷകരെ അല്ല, നിങ്ങൾ റെഡിലേക്ക് നോക്കൂ. എത്ര കിലോമീറ്ററിൽ നിൽക്കുന്നുണ്ടാ അതുകൊണ്ടാ. അപ്പോൾ അതിലേക്കൊന്ന് ലൈറ്റ് പാസ് ചെയ്ത് വിട്. ആ റെഡ് കിട്ടുന്നുണ്ടോ? അങ്ങോട്ട് ടോർച്ച് അടിച്ചേ. ഒന്ന് ടോർച്ച് അങ്ങോട്ട് അടിച്ചേ. ആ പന്നേരെ അടുത്തല്ലടാ സൈഡിലായിട്ട്. ഇപ്പം മണി 2:15. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് ഡേഞ്ചറായ സ്പോട്ടിലാണ്. ഇതാ നിങ്ങൾ കാണാൻ പ്രഷർ കൊണ്ട് നോക്കിയാണ് പന. ഇവിടെയാണ് മൊത്തം വിഷയം നടക്കുന്നത്. ഈ പനയുടെ ചൂട്ടിലാണ്. അത് ദൃശ്യം ഒന്ന് നല്ലയിടത്ത് പകർത്തിയാണോ? ടോർച്ച് അടി അങ്ങോട്ടടി. പനയില് അങ്ങോട്ടോ അതിന്റെ മേലോട്ട് സ്വപ്പം കൂടെ പനയില്ല. അവിടെ എന്ത് സ്വപ്പോട് ഇങ്ങോട്ട്. എന്താണെന്ന് അറിയണോ? അങ്ങോട്ട് റൈറ്റ് സൈഡ് തീർച്ചയായും. നേരെ അടിക്ക്. നേരെ സ്ട്രൈറ്റാ. എന്താണ് താഴോട്ട് അടിച്ചേ? അത് താഴോട്ട് വരട്ടെ. കണ്ടല്ലോ, മൊത്തം കാടാണ്. കിട്ടിയത് ഭയാനകമായ ഏരിയയാണ് കേട്ടോ. നമ്മൾ ഇത്രയും വിചാരിച്ചില്ല. വ്യക്തമായിട്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. ലൈറ്റിന്റെ മഴ മഴ പെട്ടെന്ന് പറഞ്ഞോ. മഴ ഇപ്പൊ നമ്മള് മഴയത്താണ് നിൽക്കുന്നത്. കണ്ടല്ലോ, മഴ പെയ്തോണ്ടിരിക്കുകയാണ്. ഏകദേശം 2:45 സമയം കഴിഞ്ഞ്. നമ്മളിപ്പോ കണ്ടല്ലോ പ്രേക്ഷകരെ, ഈ കൊടും മഴയത്താണ് ഈ വീഡിയോ ചിത്രീകരിക്കുന്നത്. നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ ഭയന്നു. എന്തോ ഒരു സാധനം പാസ് ചെയ്ത് പോകണ കണ്ടിട്ടുണ്ട്. പിന്നെ അതിന് വേറെ ആരും പിന്തുടരാൻ നിന്നില്ല. മഴയൊക്കെ ഭയങ്കര വിഷയമായ സ്ഥലമാണ്. അതുകൊണ്ട് ഒരു വീടോ ഒരു ഇതോ ഇല്ലാത്തൊരു ഏരിയയാണ്. അപ്പോൾ ഞങ്ങളിഞ്ഞ് ഇത് ഇവിടെ വെച്ച് നിർത്തേണ്ടതാണ്. ബാക്കി പിന്നെ ഓക്കെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നെടുമങ്ങാട് ഒരു 35 കിലോമീറ്റർ അകലാണ് ഇവിടെ വീഡിയോ എടുക്കാൻ വന്നത്. നല്ല മഴ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും നമുക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റില്ല. പക്ഷേ പുള്ളിക്കാരൻ ഒരു രൂപത്തെ കണ്ടെന്ന് പറഞ്ഞു. അത് ക്യാപ്ചർ ആയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ബാക്കി എന്താണെന്ന് നമുക്കറിയില്ല. പിന്നെ ഇതൊരിക്കലും നമ്മളെ വേറെ വിഷ്വലൊന്നും കാണാനും പറ്റിയില്ല. ഇനി അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടതായിരിക്കും. നമ്മളെ കണ്ണിൽ വേറെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ മറ്റേ പുള്ളിക്കാരൻ കണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നത്. അപ്പോൾ എന്താണെന്ന് അറിയില്ല. അതൊരു ചെറിയൊരു ഇതായിട്ടാണ് കിട്ടിയത്. പക്ഷെ അത് നല്ലയിടത്തെ ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല. പിന്നെ അത് എന്തോ ഒരു ഇതായിട്ട് പോയി. എന്താണെന്ന് നമുക്ക് ഇവിടെ ഇപ്പോൾ ഒന്നും ഇതിലൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സാധനം കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ ഈ മേഖല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസാണ്. അപ്പം ഒരുപാട് എന്താ പറയാനാ, ഇവിടെ ആരുമില്ല, ഒറ്റ മനുഷ്യരില്ല, ഒരു വീടും ഇവിടെ ഇല്ല. അതുമല്ല, നമ്മൾ ഇന്ന് മണി 2:45 കഴിഞ്ഞ നിങ്ങൾ പ്രേക്ഷകരെ കാണാൻ നനഞ്ഞു പോകുന്ന മഴയും. മഴ കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത ഈ വനം കണ്ട നിങ്ങൾക്ക് അറിയാം. ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ കയറി ഇനിയും പോകണം. ഇനിയൊരു 4 കിലോമീറ്റർ കൂടെ ഈ വിളയിൽ കൂടെ ഞങ്ങൾ നടന്നാണ് റോട്ടിൽ പോകേണ്ട അവസ്ഥ. അപ്പം ഞങ്ങൾ ഇതോടെ വെച്ച് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾക്കുള്ള സാധനം ഞങ്ങൾ തന്നിരിക്കും. തീർച്ചയായിട്ടും. ഓക്കെ, ബൈ. ബഹളം വയ്ക്കാം, നോക്കട്ടെ. ഹലോ ഗായ്സ്, നിങ്ങൾ കാണുന്നെന്ന് വിചാരിക്കുന്നു. റബ്ബർ വെട്ടാൻ ആൾക്കാർ വരാറുണ്ടെന്നാണ് പകല്. അങ്ങൊരു വെട്ടം കാണുന്നില്ല. എന്തോന്നുണ്ടേ ഇത് വെട്ടാണ്? അതെന്താ വെട്ടോടാ? നമ്മൾ എന്നപ്പോൾ ഇല്ലായിരുന്നല്ലോ വെട്ടത്.
അമ്പളിയാമാനൊന്നും അല്ലല്ലോ മഴ പെയ്യുന്നത്. അതൊന്നുമല്ല നോട്ട് ഇല്ല ഇപ്പം വെട്ടമില്ല. ഇല്ലല്ല. അങ്ങോട്ട് പാസ് ചെയ്താണ് അങ്ങോട്ട്. ഇല്ല